നമുക്ക് മലപ്പുറത്തേക്കൊന്ന് പോകണം. അവിടെ വെട്ടിച്ചിറയിൽ ദേശീയപാതയിലെ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടക്കുകയാണ്. പോലീസിന്റെ സാന്നിധ്യത്തിൽ രാവിലെ 6 മുതലാണ് ടോൾ പിരിവ് ആരംഭിച്ചത്. പണി പൂർത്തിയാക്കാതെ ടോൾ പിരിവ് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. അപ്പുറത്ത് എടപ്പാൾ സംഘമുണ്ട്, ഇതിനകത്ത് അപ്പുറത്ത് കാർത്തല സംഘമുണ്ട്, അപ്പുറത്ത് ഫറൂഖ് സംഘമുണ്ട്. ഈ പേരുകൾക്ക് പിന്നിലൊക്കെ ഒരു ചരിത്രമുണ്ട്. പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചരക്ക് വാഹനങ്ങൾക്കും കാളവണ്ടികൾക്കും ഒരു ദേശത്ത് നിന്നും ശരി, ഏതായാലും അവിടെ പ്രതിഷേധം ശക്തമാണ്. ടോൾ പിരിവിനെതിരെയുള്ള നേരത്തെ കുമ്പളയിലെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. സമാനമായി മലപ്പുറത്തും ലീഗ് പ്രതിഷേധം ഏറ്റെടുത്തിരിക്കുക. കാട്ടുകള്ളന്മാരായിരുന്നു ഇത് ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് നാട്ടുകള്ളന്മാരായ സ്വദേശി കുത്തക മുതലാളിമാരാണ് ഗവൺമെന്റുകളുടെ ഒത്താശയോടുകൂടെ ഈ ചുങ്കത്തിന് അവസരമൊരുക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾ ഇതിലെ മറ്റൊരു തമാശ എന്താന്ന് വെച്ചാൽ, ദേശീയപാതയിലെ ഏറ്റവും അധികം ചുങ്കം കൊടുക്കേണ്ടത് ഈ വെട്ടിച്ചിറ ചുങ്കത്താണ്. ഏറ്റവും അധികം. അപ്പുറത്ത് എവിടെ പോയാലും ഇത്ര ചുങ്കമില്ല. എന്തുകൊണ്ടാണ് ഈ വെട്ടിച്ചിറ മലപ്പുറം ജില്ലയിലെ ഏക ടോൾ ബൂത്താണിത്? ഈ ടോൾ ബൂത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് ദേശീയപാത മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കോടതികൾ നിർദ്ദേശിച്ച മലപ്പുറത്തുള്ള പ്രതിഷേധമാണ്. എന്താണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം? ടോൾ പിരിവ് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നാണോ? രഞ്ജിത്ത്, ദേശീയപാതയിൽ വളാഞ്ചേരി വെട്ടിച്ചിറയിലാണ് ഇപ്പോൾ ഇവിടുത്തെ മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ ഉള്ളത്. അവിടെ ഇന്ന് മുതൽ ടോൾ ഈടാക്കാൻ തുടങ്ങിയിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ UDF-ന്റെ പ്രതിഷേധം ഇവിടെ പുരോഗമിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. തിരൂരിലെയും അതുപോലെ തന്നെ കോട്ടക്കൽ മണ്ഡലത്തിലെയും ലീഗ് UDF പ്രതിനിധികൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഉയരുന്ന ആവശ്യം, ഈ ദേശീയപാതയിലെ ഈ സ്ട്രെച്ചിലെ നിർമ്മാണം പൂർത്തീകരണം കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് കുരിയാട് അവിടെയുള്ള നിർമ്മാണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിർമ്മാണം പൂർത്തിയാകാതെയാണ് ഈ ദേശീയപാതയിൽ ടോൾ പിരിവ് തുടങ്ങിയിട്ടുള്ളത് എന്നാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം. 140 രൂപയാണ് കാറിന് ഒരു വശത്തേക്ക് കടന്നു പോകാനുള്ള നിരക്ക്. അതിൽ തന്നെ പ്രാദേശികമായിട്ടുള്ള ഇളവുകൾ വേണമെന്നും ജില്ലാ പലതവണ കടന്നു പോകുന്നവർക്ക് ഇളവുകൾ വേണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട്. ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന വിവിധ ആവശ്യങ്ങൾ അടുത്ത ദിവസം ചർച്ച ചെയ്യാമെന്നാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് ഉയരുന്ന ഒരു ആവശ്യം, ഈ പണി പൂർത്തീകരിക്കാത്ത ദേശീയപാതയുടെ ഈ മേഖലയിലൂടെയുള്ള ടോൾ പിരിവ് ഇപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം മാത്രമേ ഇത്തരം നടപടികളിലേക്ക് പോകാനാകൂ എന്നൊരാവശ്യമാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. വലിയ തോതിൽ തന്നെ പ്രതിഷേധക്കാരുടെ ഒരു സാന്നിധ്യം കൂട്ടമായി എത്തി ടോൾ പ്ലാസയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ സന്നാഹവും ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമായിട്ട് വെട്ടിച്ചിറയിൽ സജ്ജമായിട്ടുണ്ട്. കാരണം വരും മണിക്കൂറുകളിലും പ്രതിഷേധത്തിന്റെ സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. അടുത്ത ദിവസം ദേശീയപാത അതോറിറ്റി അധികൃതരും ജില്ലാ കളക്ടറും ഈ വിഷയത്തിൽ സമവായ ചർച്ചകൾ നടക്കുമെന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് ടോൾ പ്ലാസയിലാണ് പ്രതിഷേധം. ദേശീയപാതയിലെ വെട്ടിച്ചിറയിൽ ദേശീയപാതയിലെ ടോൾ പിരിവിനെതിരെ മുസ്ലിം നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.